പാർട്ടി എപ്പോഴും ശക്തമായിട്ട് നിന്നിട്ടുണ്ട്. പാർട്ടി പലപ്പോഴും സർക്കാരിനെ നിയന്ത്രിക്കുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റെജി പറഞ്ഞല്ലോ, ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്, അതുകൊണ്ട് എല്ലാ ആളുകൾക്കും അഭിപ്രായം പറയും, എല്ലാ നേതാക്കന്മാർക്കും അഭിപ്രായം പറയും, പക്ഷേ തീരുമാനം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എടുക്കുന്നുള്ളത്. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത് ഈ ബജറ്റിലെ ഈ പ്രഖ്യാപനങ്ങൾ, അതായത് സ്വകാര്യ മേഖലയ്ക്ക് പരമാവധി സഹായം ചെയ്തു കൊടുക്കുന്ന, പരമാവധി ആനുകൂല്യങ്ങൾ നൽകുന്ന ഈ മദ്യം, വീര്യം കുറഞ്ഞ മദ്യം നൽകുന്ന, അതിന് നികുതി കുറയ്ക്കുന്ന രീതിയിലെ തീരുമാനങ്ങളൊക്കെ അത് കൂട്ടായിട്ടെടുത്തതാണോ എന്ന് റെജി ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്കെല്ലാവർക്കും അറിയാം അല്ല എന്നുള്ള കാര്യം. അങ്ങനെ കൂട്ടായിട്ടെടുക്കേണ്ടത്. നേരത്തെ ഇത് സർക്കാർ ഈ ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ തന്നെ സർക്കാർ എടുത്തൊരു തീരുമാനമായിരുന്നു കുറേ ബാറുകൾ അടച്ചുപൂട്ടുന്നത്. അത് ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അന്ന് KPCC പ്രസിഡന്റ് ഇതേ സുധീരനാണ്. സുധീരൻ അന്ന് ശക്തമായിട്ട് അതിനെ എതിർത്തു. സുധീരൻ്റെ നിലപാട്, കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കള്ളക്കളി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പാർട്ടിയാണ് എതിർത്തതെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പാർട്ടി ശക്തമായിട്ട് നിന്ന്, അപ്പോൾ ഈ കരുണാകരൻ്റെ കാലത്താണെങ്കിലോ ഒക്കെ ഇതേപോലെ പാർട്ടി ശക്തമായിട്ട് നിന്ന ഓരോ ഘട്ടവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്താണ് ഈ പുതിയൊരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംഘടനാപരമായിട്ടുള്ള വലിയ കെട്ടുറപ്പോട് കൂടി ഞങ്ങൾ അധികാരത്തിൽ വന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് റജീദ് പറഞ്ഞല്ലോ. സത്യത്തിൽ അതാണെന്നുള്ള കാര്യം അവർ ചിന്തിക്കട്ടെ. അത് LDFൻ്റെ വൻ പരാജയത്തിൻ്റെ ഭാഗമായിട്ട് LDFനെ വിലയിരുത്തുന്നത് എന്തുകൊണ്ട് തോറ്റത് UDFൻ്റെ മികവ് കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃപാഠവും കൊണ്ടോ ഒന്നുമല്ല. അത് അവർ തന്നെ വരുത്തി വെച്ചതാണ്. അവരുടെ പരാജയം എന്ന് പറയുന്നത് പടുകുഴിയിലേക്ക് പോകുന്ന രീതിയിൽ അവർ തന്നെ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും തീരുമാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു പരിഗണന കിട്ടും, ജനങ്ങളുടെ പരിഗണന കിട്ടുന്നു. അത് വേണ്ട എന്ന് വയ്ക്കുമ്പോൾ കിട്ടുന്നൊരവസ്ഥയാണ്.